എല്ലായിടത്തും സഞ്ജു സഞ്ജു എന്ന സംസാരം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. സഞ്ജുവിനെക്കുറിച്ച് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കണം, സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറാക്കണം, സഞ്ജുവിനെ മെയിൻ താരമാക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയാറുള്ളത്. ആദ്യമൊക്കെ സഞ്ജുവിനൊന്ന് ടീമിൽ കണ്ടാൽ മതി എന്നായിരുന്നു. എന്നാൽ ടീമിൽ വന്ന ഇപ്പോൾ തകർപ്പൻ പെർഫോമൻസുകൾ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എങ്ങനെയെങ്കിലും സഞ്ജുവിനെ ക്യാപ്റ്റനാക്കണം, അതുപോലെ സഞ്ജുവിനെ മുൻപന്തിയിലെത്തിക്കണം എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നു. ഇതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വശം എന്ന് തന്നെ പറയാം. ഇപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ കൊണ്ടുവരുന്നതിൽ തനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓപ്പണർ എന്ന് തന്നെ പറയാം. ഇന്ത്യക്കായി ലോക കിരീടം നേടിയ നായകനാണെങ്കിലും സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. സൂര്യയ്ക്ക് പകരക്കാരനായി ആര് വരുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചർച്ചകളിൽ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓപ്പണറായിട്ടുള്ള വീരേന്ദർ സെവാഗ്. പഞ്ചാബിനായി തകർപ്പൻ പ്രകടനവും മികച്ച ക്യാപ്റ്റൻസിയും പുറത്തെടുക്കുന്ന ശ്രേയസ് അയ്യർ തുടങ്ങി T20 ലോകകപ്പിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മലയാളി താരം സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങളുടെ പേര് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സഞ്ജു സാംസൺ ഇന്ത്യൻ T20 ക്യാപ്റ്റനായി വരുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നായിരുന്നു സേവാഗിന്റെ തുറന്നു പറച്ചിൽ. ഇതിന്റെ കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സഞ്ജു സാംസണിൽ ഒരു താരമെന്ന നിലയിൽ ഇപ്പോഴും പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല എന്നും ഈ താരത്തിൽ തന്നെ ടീമിനെ ആശ്രയിച്ച് കൊടുക്കാനും കഴിയാത്ത ഒരു താരത്തെ എങ്ങനെ നായക സ്ഥാനത്ത് ഏൽപ്പിക്കുമെന്നാണ് സേവാഗ് ചോദിക്കുന്നത്. സഞ്ജുവിന് ഇനിയും അതിന് സമയമുണ്ട്, അതെന്തായാലും അദ്ദേഹത്തിന് പ്രാപ്തനാകും. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് തന്നെ പറയണം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഇപ്പോൾ തയ്യാറാകുന്ന രീതിയല്ല എന്ന് തന്നെ എടുത്തു പറഞ്ഞേ മതിയാകൂ. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് എടുത്തു പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുകയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സഞ്ജുവിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ തന്നെയാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും സഞ്ജുവിന് എങ്ങനെ ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും ചോദിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ നേതൃസ്ഥാനത്ത് സഞ്ജു സാംസണിനെ ഇപ്പോഴും അകലെയാണ്. അദ്ദേഹം ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്, കൂടാതെ നിർഭയനുമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ ബാറ്റിങ്ങിലെ സ്ഥിരതയുടെ കാര്യം ഇപ്പോൾ ചോദ്യമായി തുടർന്നു പോവുകയാണ്, സേവാഗ് വ്യക്തമാക്കി. അതുപോലെ തന്നെ ദേശീയ ടീമിൽ സ്ഥിരമായി പ്ലേയിങ് 11 സ്ഥാനം പോലും ഉറപ്പിക്കാത്ത ആളാണ് സഞ്ജു. അതിപ്പോൾ അദ്ദേഹത്തിന്റെ നായക സ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വളരെ നേരത്തെ ആയി പോകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൽ ഇപ്പോൾ നമുക്ക് മുഴുവൻ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തിന് ക്യാപ്റ്റനാകാൻ പറ്റില്ലെങ്കിലും മറ്റുള്ള താരങ്ങളെ പ്രചോദനപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അവൻ ഇത്രയും നന്നായി കളിച്ചുവെന്നും വളരെയധികം സ്ഥിരത നോക്കി കളിക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും മറ്റുള്ള താരങ്ങളിലേക്ക് അത് കൊടുക്കാനും സാധിക്കുമെന്ന് പറയുന്നു.